നമസ്കാരം, ഋഷിപ്രക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രേക്ഷകർ നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട്. വീഡിയോകളുടെ താഴെയുള്ള കമന്റ് രൂപത്തിലാണെങ്കിലും എനിക്ക് നേരിട്ട് വാട്സപ്പ് മുഖേനയായിട്ടുമൊക്കെ ചോദ്യങ്ങൾ എത്താറുണ്ട്. അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്നുള്ള നിലയിലാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. നിരവധി അറിവുകൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടും. വളരെ പ്രധാനപ്പെട്ട ഏതാനും ഒട്ടേറെ അറിവുകളെ നമുക്ക് ഈ ചെറിയൊരു വീഡിയോയിലൂടെ അവതരിപ്പിക്കാം. വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ചെറിയ ചെറിയ അറിവുകളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവത്തിന് നമ്മൾ അഭിഷേകങ്ങൾ പലരും നടത്താറുണ്ട്. എന്നാൽ അതിന്റെ ഫലസിദ്ധി എന്താണെന്ന് പലർക്കും അറിയില്ല. അഭിഷേകങ്ങളിലൂടെ നമ്മളുടെ പാപങ്ങളെല്ലാം നാം കഴുകി കളയുകയാണ്, അല്ലെങ്കിൽ ആ പാപങ്ങളെയൊക്കെ അലിച്ചലിച്ച് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ദുരിതങ്ങൾ അകലാനായി ഗണപതി ഭഗവാന് അഗത്തി ഇലകൾ കൊണ്ട് അർച്ചന ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വീട്ടിൽ ഗർഭിണികൾ ഉണ്ടെങ്കിൽ ആ സമയത്ത് മരം വെട്ടുന്നുണ്ടെങ്കിൽ അത് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ കാണാനോ അതിനടുത്ത് പോകാനോ പാടില്ല എന്നാണ് നമ്മളുടെ ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നത്. വ്രതാനുഷ്ഠാനങ്ങളുടെ മേന്മ നിങ്ങൾക്ക് ഏവർക്കും അറിയാം. എന്നാൽ കുടുംബത്തിൽ അംഗങ്ങളെല്ലാം ഇടയ്ക്കൊക്കെയെങ്കിലും വ്രതാനുഷ്ഠാനം നടത്തുകയാണെങ്കിൽ അത് കുടുംബ ഐശ്വര്യത്തിന് സഹായകരമാണ്. സ്വർണത്താലുള്ള ശിവലിംഗത്തെ സ്വർണലിംഗം എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള ശിവലിംഗം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും കാണുമ്പോൾ ആ ശിവലിംഗത്തെ തൊഴുത് പ്രാർത്ഥിക്കുന്ന പക്ഷം രാജയോഗ ഫലം കിട്ടുമെന്നാണ്. പശുവിന്റെ നെറ്റിയിൽ പലരും തൊഴുന്നത് കണ്ടിട്ടുണ്ട്. പശുവിന്റെ നെറ്റിയിൽ ശിവനും പാർവതിയും വസിക്കുന്നു എന്നാണ് നമ്മളുടെ ഗ്രന്ഥങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് ശിവന്റെയും പാർവതിയുടെയും പാദ നമസ്കാരമാണ്, അല്ലെങ്കിൽ പാദം തൊഴുന്നതിനുള്ള തുല്യമായിട്ടുള്ള ഫലമാണ് പശുവിന്റെ നെറ്റിയിൽ തൊഴുന്നതിലൂടെ നമുക്ക് ലഭിക്കുക. പശുവിനെ പരിചരിച്ചാൽ ഐശ്വര്യം ലഭിക്കുമെന്നാണ് നമ്മളുടെ പൂർവികർ വിശ്വസിച്ചിരുന്നത്. സ്ത്രീകൾ വാഗ്വാദങ്ങൾ അനാവശ്യമായി നടത്താൻ പാടില്ല എന്നാണ്. അത്തരത്തിൽ വാഗ്വാദങ്ങൾ നടത്താത്ത സ്ത്രീകൾ വസിക്കുന്ന വീട്ടിൽ ലക്ഷ്മി കടാക്ഷം എല്ലായ്പ്പോഴും ഉണ്ടാകും. ഗണപതിക്ക് ഉടച്ച നാളികേരത്തിന്റെ നുറുക്ക് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുന്നത് നല്ല ഒരു ഫലമായിട്ടാണ് കാണുന്നത്. ആ കുട്ടികൾക്ക് ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. പലരും വെറ്റിലക്കുടി വീട്ടിൽ വളർത്താമോ എന്ന് ചോദിക്കാറുണ്ട്. ഇത് വീട്ടിൽ വളർത്തുന്ന ഐശ്വര്യദായകമാണ് എന്നാണ് നമ്മളുടെ ഗ്രന്ഥങ്ങൾ പറയുന്നത്. സമ്പത്ത് വർദ്ധിക്കുന്നതിന് ഇത് സഹായിക്കും. വെറ്റില ചവച്ചു നിന്നാൽ ദഹനവും സുഗമമാകും എന്നാണ് നമ്മളുടെ പൂർവികർ പറഞ്ഞിരുന്നത്. ഒട്ടേറെ അറിവുകൾ നിങ്ങൾക്കായിട്ട് ഈ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.